ഇത് അൽപ്പനും ജൽപ്പനും. ഞാൻ ഇവരുടെ ചേട്ടൻ. ഇവർക്ക് ഭാഷ നന്നായി പഠിക്കണമെന്ന് പറയുന്നു. പഠിപ്പിക്കാൻ പറ്റിയ ആരുണ്ട്? അതിന് ഞാൻ പോരെ, ഫീസ് തന്നാൽ മതി. ഞങ്ങൾക്ക് പുതിയ വാക്കുകൾ പഠിക്കണം. ഭാഷ നന്നായി പഠിച്ച് പ്രയോഗിക്കണം. ഒരു പുതിയ വാക്ക് ഞാൻ പറയാം. ഡിംനാണോ? ഡിംനാണോ എന്താ അതിന്റെ അർത്ഥം? അർത്ഥം കണ്ടുപിടിച്ചിട്ടില്ല. പുതിയ വാക്കല്ലേ. അങ്ങനെയല്ല, പഴയ വാക്കുകൾ ചേർത്ത് പുതിയ വാക്കുണ്ടാക്കണം. ഉദാഹരണത്തിന്, അപ്പൂപ്പൻ ഇന്നലെ എന്നെ മൃദുലാമുട്ട എന്ന് വിളിച്ചു. മൃദുല, മുട്ട തമ്മിൽ ബന്ധമില്ലാത്ത രണ്ട് വാക്കും ചേർത്തതാ. അത്രയുള്ളൂ. ദാ പിടിച്ച വേറൊരു വാക്ക്, പഞ്ഞിപ്പോത്ത്. അത്ര സോഫ്റ്റ് വേണ്ട, കേട്ടാൽ ഞെട്ടണം. പഞ്ഞിപ്പടക്കം എന്നായാലോ? ഞെട്ടില്ലേ? വൈക്ലബ്ബെ വിദേശി എങ്ങനെയുണ്ട്? അത് തരക്കേടില്ല, എന്നാലും കുറച്ചുകൂടി കടുപ്പിക്കാം. ഹിഹി, അജഗജനോട് സംസാരിച്ച കുറെ വാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. സൂത്ര, ഞെട്ടൻ പൊട്ടൻ എന്നായാലോ? ഞെട്ടില്ലേ? താൻ മിണ്ടാതിരിക്കെ, ഞാൻ പറയാം. ഭാഷ പഠിക്കുന്നത് നല്ല കാര്യമാ, നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നട്ടപ്പൊരിപ്പോത്ത്, ഹുങ്കാര ഹിഡുമ്പൻ, കടോര കുണ്ടിതൻ. ഇഹി, ഇതുപോലെ പോരട്ടെ. ഡോഡോ പൊട്ടൻ എന്നായാലോ? ഞെട്ടില്ലേ? മിണ്ടാതിരി, കോൺസെൻട്രേഷൻ കളയരുത്. ഫോഷ്കഭൂതൻ, ശിങ്കവിണ്ടി, കണ്ടമുണ്ടനൻ, വൃഷഭക്ഷണൻ, ഉഗ്ര, തകർപ്പൻ. ജൽപ്പ, എല്ലാം എഴുതിയെടുത്തില്ലേ? എഴുതി. എന്നാ പിന്നെ തുടങ്ങിക്കോ. എടാ സിംഗം വിട്ടി, നിന്നെ ഞാൻ. കണ്ടമുണ്ടന, വൈഗ്ലഭ വിദേശി, കടോര കുണ്ടിത, പോടാ ഹുങ്കാര ഹിഡുംബ, നട്ടപ്പൊരി പോത്തെ, ഫോഷ്കഭൂതമേ, വിഷഭക്ഷണ, നെട്ടൽ പൊട്ട. ചീത്ത വിളിക്കാനാണോ വാക്കുണ്ടാക്കിയത്? അയ്യോ, ചേട്ടൻ പറഞ്ഞിട്ടല്ലേ പഠിപ്പിച്ചത്. ശിങ്ക വിട്ടി, ഫോഷ്കഭൂതമേ.